ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബുയൻ പനിക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +1 ഹിന്ദി മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അവയ്ക്കുള്ള ആൻസറുമാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി എടുത്തു വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനായിട്ട്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓരോ ക്വസ്റ്റ്യനും 1 by 1 ആയിട്ട് വായിക്കുകയും അതിന്റെ ആൻസർ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിലായിട്ട് അതിന്റെ ആൻസർ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അതുമല്ലെങ്കിൽ ഇതുപോലൊരു പെൻസിലോ പേനയോ കരുതുക, ഒരു നോട്ട്ബുക്കും ഓപ്പൺ ചെയ്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യന്റെ നമ്പർ ഇടുക, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതിയെടുക്കുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനുതാപ് കിസ് വിധ കി രചന ഹേ? അനുതാപ് കിസ് വിധ കി രചന ഹേ? അനുതാപ് ഏത് തരത്തിലുള്ള രചനയാണ്? അനുതാപ് ഏക് ലഘു കഥ ഹേ. ലഘു കഥ എന്നാണ് അതിന്റെ ആൻസർ. അനുതാപ് കിസ്കി രചന ഹേ എന്ന് ചോദിച്ചാൽ സുകേഷ് സാഹ്നി എന്ന് ഇതാവുന്നതാണ്. ഈ ജുലൂസ് നാടകക്കെ കിസി ഏക് പാത്ര കാ നാം ലിഖേ. ജുലൂസ് എന്ന നാടകത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ പേരെഴുതുക. ഇബ്രാഹിം അലി, ഈ 2 പേര് ഓർത്തു വയ്ക്കുക, അതിലേതെങ്കിലും ഒരെണ്ണം എഴുതുക. അടുത്ത ചോദ്യം, മധുറിതു കിസ്കി രചന ഹേ? മധുറിതു ആരുടെ കവിതയാണ്? മധുറിതു കിസ്കി കവിത ഹേ? മധുറിതു ആരുടെ കവിതയാണ്? ശ്രീ ജയശങ്കർ പ്രസാദ് കി കവിത ഹേ. ആൻസർ ശ്രീ ജയശങ്കർ പ്രസാദ്, അതാണ് ആൻസർ. നാലാമത്തെ ചോദ്യം, പ്രഭുദാസെ പ്രഭുദൂരി. ദോഹയിലുള്ളതാണ്, കബീർ കെ ദോഹയിലുള്ളതാണിത്. പ്രഭുദാസെ പ്രഭുദൂരി. പ്രഭുദാസെ കോൻ ദൂർ ഹോ ജാത്താ ഹേ? പ്രഭു ദൂർ ഹോ ജാത്താ ഹേ അഥവാ ഈശ്വർ ദൂർ ഹോ ജാത്താ ഹേ, അതാണ് അതിന്റെ ആൻസർ. ജിസ് പർ അങ്കിത് ഹേ ആംസു ധക്കാൻ വിശ്രാം ഔർ പ്രേം കി സ്മൃതിയാം. കിസ് പർ, ഇതാണ് ചോദ്യം. ഈ ചോദ്യം പത്ഥർ കി ബെഞ്ച് എന്ന് പറയുന്ന ഓയത്തിൽ നിന്നുള്ളതാണ്. അതിന്റെ ഉത്തരം പത്ഥർ കി ബെഞ്ച് പർ എന്നാണ്. പത്ഥർ കി ബെഞ്ച് പർ എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. സംഭ്രാന്ത് മഹിള കിസ് ഗാഡി സേ യാത്ര കർ രഹി ഥി? സംഭ്രാന്ത് മഹിള, ആ കുലീന സ്ത്രീ ഏതു വണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്? കിസി റെയിൽഗാഡി മേ, അതാണ് അതിന്റെ ഉത്തരം. കിസി റെയിൽഗാഡി മേ. ആനന്ദ് കി ഫുൽച്ചടിയാം എന്ന് പറയുന്ന ആ പാഠത്തിൽ നിന്ന് ഉള്ളതാണ് ആ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹേമ കിസ് കഹാനി കാ പാത്ര ഹേ? യശ്പാലിന്റെ ദുഃഖം എന്ന് പറയുന്ന ആ കഥയിലുള്ള ഒരു കഥാപാത്രമാണ് ഹേമ. അപ്പൊ ഹേമ കിസ് കഹാനി, ദുഃഖ് കഹാനി കാ പാത്ര ഹേ. ആത്മീ ഭി ക്യാ അനോഖ ജീവ് ഹോത്താ ഹേ? യഹ് കിസ്നെ കഹാ? ചാന്ദോർ കവി എന്ന പോയത്തിൽ നിന്നുള്ളതാണ്. ആത്മീ ഭി ക്യാ അനോഖ ജീവ് ഹോത്താ ഹേ? ഈ മനുഷ്യൻ ഒരു വിചിത്രമായ ജീവിയാണ്. ഇത് പറയുന്നത് ആരാണ്? ചാന്ദ്. അതിന്റെ ആൻസർ ചാന്ദ് എന്നാണ്. ചന്ദ്രനാണ് ഇത് പറയുന്നത്. ചാന്ദിനെ കഹാ. അടുത്തത്, നൗ സേ 14 തക് കെ പ്രശ്നോം മേം സേ കിനിയും 3 കെ ഉത്തർ ലിഖേ? 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന്റെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. പത്ഥർ കി ബെഞ്ച് പർ ബൈഠ് കർ ബച്ച ക്യാ കർ രഹാ ഹേ? പത്ഥർ കി ബെഞ്ചിൽ ഇരുന്നിട്ട് കുട്ടി എന്തൊക്കെ ചെയ്യുന്നു? പത്ഥർ കി ബെഞ്ച് പർ ബൈഠാ ഹുവാ वो बच्चा बिस्किट कुतरते कुतरते खा रहा था. रिक्शे से उतरकर यात्री अपराधी की भांति सिर झुकाए चल रहा था. क्यों? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ അനുതാപ് എന്നുള്ള ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ് എടുത്ത് കാണാവുന്നതാണ്. റിക്ഷേ സെ ഉതർക്കർ യാത്രി അപരാധി കി ഭാന്തി സിർ ഝുകായെ ചൽ രഹാ ഥാ. ക്യോം? ഇതാണ് 10ാമത്തെ ചോദ്യം. റിക്ഷയിൽ നിന്ന് ഇറങ്ങി യാത്രക്കാരൻ ഒരു അപരാധിയെ പോലെ തലയും കുമ്പിട്ട് നടന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ആ ചോദ്യം നമ്മൾ അനുതാപ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വഹ് കിസി അപരാധി കി ഭാന്തി സിർ ഝുകായെ റിക്ഷയ്ക്ക് സാത്ത് സാത്ത് ചൽ രഹാ ഥാ. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം. നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. ദഫ്തർ ജാത്തെ ഹുയെ ബാബുജി കോ റിക്ഷേ വാലെ സെ പതാ ചലാ കി പിछले दिनों में उसे दफ्तर पहुंचाने वाला रिक्शा वाला असलम नहीं रहा. ഓഫീസിലേക്ക് പോകുന്ന ബാബുജിയോട് റിക്ഷക്കാരൻ പറഞ്ഞു,
പിछലെ ദിനോമേ ഉസെ ദഫ്തർ പഹുഞ്ചാനെ വാല റിക്ഷാവാല. കഴിഞ്ഞ ദിവസം വരെ ഓഫീസിൽ കൊണ്ടുചെന്ന് ആക്കിയിരുന്ന ആ റിക്ഷാക്കാരനായ അസലം നഹീ രഹ, അസലം ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. ബാത് സുൻകർ ഉസെ ബഡാ ആഘാത് ലഗ. അത് കേട്ടപ്പോൾ അയാൾക്ക്, ഓഫീസർക്ക് ഭയങ്കര, അഥവാ ബാബുജിക്ക് ഭയങ്കര ആഘാതമായി പോയി. കൽക്കി ഘടന ഉസ്കി ആംഖോം കെ സാമനെ സജീവ് ഹോയിടി. ഇന്നലത്തെ സംഭവം അയാളുടെ കൺമുൻപിൽ വ്യക്തമായി തെളിഞ്ഞു വരാൻ തുടങ്ങി. ഡാക്ക് ബംഗൾ വാലെ ചढ़ाई चढ़ते हुए असलम बुरी तरह हार्फ रहा था. डाक बंगले वाली चढ़ाई चढ़ते हुए असलम बुरी तरह हार्फ रहा था. റെസ്റ്റ് ഹൗസിന്റെ കുത്തനെയുള്ള കയറ്റത്തിലേക്ക് കയറുന്ന സമയത്ത് അസലം നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഹാംഫ് രഹാത എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ടിരുന്നു. അവർ ധീരെ ധീരെ കരാഹ് രഹാത, ഇടയ്ക്കിടെ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അസലം കി ദയനീയ ഹാലത്ത് ദേക്കർ, അസലമിന്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഉസെ ഇച്ഛാ ഹുയി ധി കി റിക്ഷേ സെ ഉതർ ജായേ, അയാൾക്ക് തോന്നി റിക്ഷയിൽ നിന്ന് ഒന്ന് ഇറങ്ങി നടക്കാം എന്ന്. എന്നാൽ ഉസ്നെ ഖുദ് കോ സമച്ചായക്കി, പെട്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു, യഹ് ഇൻ ലോഗോ കി ചാലാക്കി ഹേ, ഇത് ഈ ആൾക്കാരുടെ സൂത്രമായിരിക്കാം. അവർ റിക്ഷേമേം ജമക്കർ ബൈറ്റ് രഹ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അയാൾ ആ റിക്ഷയിൽ തന്നെ അടങ്ങി, അല്ലെങ്കിൽ ഇറങ്ങി നടക്കാതെ അതിൽ ഉറച്ചിരുന്നു. അസലം കി മൃത്യു കി ഖബർ പാക്കർ, അസലമിന്റെ മരണവാർത്ത കേട്ടിട്ട് അബുസെ അപരാധബോധ ഹുവ, അപ്പോൾ അയാൾക്ക് കുറ്റബോധം തോന്നി. നയാ റിക്ഷാവാല മസ്ബൂത്ത് കഥ കാട്ടിക്കാഥ, എന്നാൽ പുതിയ റിക്ഷാക്കാരൻ മസ്ബൂത്ത് കഥ കാട്ടിക്കാഥ, കരുത്തനായ ഒരു വ്യക്തി ആയിരുന്നു. കഥ കാട്ടിക്ക ആത്മീധ ഫിർബി, എങ്കിലും അപരാധബോധക്കാരൻ, അപരാധബോധം അഥവാ കുറ്റബോധം കാരണത്താൽ വഹ് ഡാക്ക് ബംഗളെ വാലി ചടായി പർ, അയാൾ റെസ്റ്റ് ഹൗസിനടുത്തുള്ള കയറ്റത്തിൽ റിക്ഷാസെ ഉദർപട, റിക്ഷയിൽ നിന്ന് ഇറങ്ങി. അവർ റിക്ഷയ്ക്ക് സാത്ത് സാത്ത് ചലനയിലേക്ക, റിക്ഷയോടൊപ്പം നടക്കുവാൻ തുടങ്ങി. ഈ ചോദ്യം അനുദാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയില്ല. വളരെ ശ്രദ്ധയോടുകൂടി ഇത് പഠിക്കുക. 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദുഃഖമേം സുമരൻ സബ് കരേ, സുഖമേ കരൈന കോയി, ജോ സുഖമേം സുമരൻ കരേ തോ ദുഃഖ കാഹേ ഹുയി. യെസ് ദോഹെ കാ തത്വ ക്യാ ഹെ. കബീർ കെ ദോഹയാണ്. ദുഃഖത്തിൽ എല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നു, സുഖത്തിൽ ആരും ഈശ്വരനെ സ്മരിക്കുന്നില്ല. സുഖത്തിലും ഈശ്വരനെ സ്മരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദുഃഖമുണ്ടാവുക? ഇതാണ് ആ ദോഹയുടെ ഭാവാർത്ഥം. ചോദ്യം ഇതാണ്, ഇസ് ദോഹെ ക തത്വ ക്യാ ഹെ, എന്താണ് ഈ ദോഹയുടെ തത്വം? അതാണ് ചോദ്യം. നമുക്ക് എന്താണ് അതിന്റെ ആൻസർ എന്ന് നോക്കാം. കബീർ ദാസ് ജി കാത്തെ ഹെ കി, കബീർ ദാസ് ജി പറയുന്നു, ദുഃഖമേം സബ് ലോഗ് ഈശ്വർ കാ സ്മരൺ കർത്തെ ഹെ, ദുഃഖത്തിൽ എല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നു. ലേക്കിൻ സുഖമേ കോയി ഭി ഈശ്വർ കാ സ്മരൺ നഹീ കർത്ത, പക്ഷേ സുഖത്തിൽ ആരും ഈശ്വരനെ സ്മരിക്കുന്നില്ല. ജോ വ്യക്തി സുഖമേ ഭി ഈശ്വർ കാ സ്മരൺ കർത്താ ഹെ, ഏതൊരു വ്യക്തിയാണോ സുഖത്തിലും ഈശ്വരനെ സ്മരിക്കുന്നത്, ഉസേ ദുഃഖ് ക്യോം ഹോ ജായേ, അയാൾക്ക് ദുഃഖം എങ്ങനെയുണ്ടാകും? അർത്ഥാത് ഉസേ ദുഃഖ് കഭി നഹീ ഹോത്താ, അയാൾക്കൊരിക്കലും ദുഃഖം ഉണ്ടാവില്ല. കബീർ കെ കഥൻ കാ ഭാവ യഹ് ഹെ കി ഹമേം സുഖ ദുഃഖമേം ബരാബർ ഈശ്വർ കാ സ്മരൺ കർത്തേ രഹനാ ചാഹിയേ, നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ തന്നെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് കബീർ ദാസ് ആ ദോഹയിലൂടെ നമുക്ക് തരുന്ന ഉപദേശം, അഥവാ ആ ദോഹയുടെ തത്വം അതാണ്. 12ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഭാഗോ സൂഖേ തിൻകോ, സൂഖേ തിൻകോ സേ ക്യാ താൽപര്യ ഹേ. ഉണങ്ങിയ പുല്ലുകളെ ഓടുക, ഉണങ്ങിയ പുല്ലുകൾ എന്ന് പറയുന്നത് കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ചോദ്യം. മാർക്ക് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അത് വൺ വേർഡ് ആൻസർ ആയിട്ട് എഴുതിയാൽ അതിന്റെ മാർക്ക് ഫുൾ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 5 സെന്റൻസ് അതിനെഴുതണം.
അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കാം. വസന്ത ആഗമൻ पर कवि खुशी प्रकट करते हुए कहते हैं कि देखो एक मधुर वसंत ऋतु आ गई है, लगता है शायद रास्ता भूलकर 2 दिन के लिए आई है. नीचे धरती है और ऊपर आकाश है, इन दोनों के बीच वह प्रेम का नीड सबसे अलग रहे. कवि सूखे तिनकों से कहते हैं तुम जंगल के स्थायी पदच्छड़ में भाग जाओ. प्रेमी युगल आकाश और धरती के बीच की कुटिया में बसना चाहते हैं. प्रेम विहीन सूखे तिनके सरीके शुष्क हृदय वालों को यहाँ स्थान नहीं. उनके जीवन में शिशिर ऋतु का अनुभव है, वे सूखे तिनकों के समान उड़ जाते हैं. ഇത്രയുമാണ് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്ത നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. वृद्ध संभ्रांत महिला फल और फूलों के बीज क्यों फेंक रही है? ആ കുലീന സ്ത്രീ പഴങ്ങളുടെയും പൂക്കളുടെയും വിത്തുകൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നത്? നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. वो संभ्रांत महिला फल और फूलों के बीज रेलगाड़ी में चलते समय बाहर फेंक रही थी, क्योंकि इन बीजों में से कुछ जड़ पकड़ लेंगे तो लोगों को इससे कुछ फायदा होगा. ഈ വിത്തുകളിൽ കുറച്ചെങ്കിലും വളർന്ന് പൂക്കളോ കായ്ക്കളോ ഒക്കെ ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് ഒരുപക്ഷെ പ്രയോജനമായി തീരും. യഹി നഹീം ഇൻകി ഛായാമേം പശു പക്ഷി ബസേര കരേങ്കി. മാത്രവുമല്ല ഇതിന്റെ തണലിൽ പക്ഷി മൃഗാദികൾക്ക് തങ്ങുവാനും അവയ്ക്ക് വിശ്രമിക്കുവാനും സാധിക്കും. ഔർ ഇൻകെ ഫൽ ഇൻസാൻ ഔർ പക്ഷി ഖാ സകേങ്കി. ഇതിന്റെ പഴങ്ങൾ മനുഷ്യർക്കും പക്ഷികൾക്കും അഥവാ പക്ഷി മൃഗാദികൾക്ക് ഒരുപോലെ ഈ ഫലങ്ങൾ അനുഭവിക്കുവാൻ അല്ലെങ്കിൽ ഇത് കഴിച്ച് അവയ്ക്ക് അവയുടെ വിശപ്പ് അടക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സംഭ്രാന്ത മഹിള പൂക്കളും കായ്ക്കളുടെയും ഒക്കെ വിത്തുകൾ പുറത്തേക്ക് എറിഞ്ഞിരുന്നത്. 14ാമത്തെ ചോദ്യം നോക്കാം. അപരാധ് കഹാനിമേ പിതാജീനെ ബഡേ ഭായിക്കോ മാര. അപരാധ് എന്ന കഥയിൽ അച്ഛൻ ബഡേ ഭായിക്കോ ജ്യേഷ്ഠനെ അടിച്ചു. ക്യോം എന്തുകൊണ്ട്? ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. एक बार खटबल खेलते वक्त बड़े भाई खेल में इतना लीन हुआ था कि उसने अपने छोटे भाई को एक बार भी न देखा. ഒരിക്കൽ കുട്ടിയും കോലും കളിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ കളിയിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരുന്നു. ഉസ്നെ അപ്നെ ഛോട്ടെ ഭായിക്കോ ഏക് ബാർ ഭീ ന ദേഖാ. തന്റെ ഇളയ സഹോദരനെ ഒരിക്കൽ പോലും ഒന്ന് ശ്രദ്ധിച്ചില്ല. അപ്നെ പ്രതി ബഡേ ഭായി കാ ഉപേക്ഷാഭാവ വഹ് ന സക് സകാ. ജ്യേഷ്ഠന്റെ ഉപേക്ഷാഭാവം ഇളയവന് സഹിച്ചില്ല. അവൻ എന്ത് ചെയ്തു? इसलिए बड़े भाई के प्रति छोटे के मन में प्रतिकार की भावന ഉൽപ്പന്ന हुई. അതുകൊണ്ട് ഇളയ ആളിന്റെ മനസ്സിൽ ജ്യേഷ്ഠനോട് ഒരു പ്രതികാര ഭാവം ഉണ്ടായി. और छोटे ने पिताजी से कहा कि भाई ने उन्हें खटबल से मारा है. അങ്ങനെ ചോട്ടെ വന്ന് അച്ഛനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ കുട്ടിയും കോലും വെച്ച് തന്നെ അടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞു. इसलिए पिताजी ने बड़े भाई को मारा. അതുകൊണ്ടാണ് അച്ഛൻ बड़े भाईയെ തല്ലിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഉപയുക്ത വിശേഷതാओं के आधार पर ഇബ്രാഹിം അലി के ചരിത്ര पर टिप्पणी करी. 2-3 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏ കഥൻ പഠേം എന്ന് പറഞ്ഞുള്ളതാണ്. അങ്ങനെ ഇബ്രാഹിം അലിയുടെ ചരിത്ര ചിത്രം ചോദിച്ചാൽ ഇബ്രാഹിം അലി ദേശ് കെ ലിയെ സമർപ്പിത് ആദർശ ദേശ് പ്രേമി ഹെ. ഇബ്രാഹിം അലി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ആദർശ രാജ്യസ്നേഹിയാണ്. അച്ഛ ദേശഭക്ത് ഹോനയ്ക്ക് കാരൻ, നല്ല ഒരു രാജ്യസ്നേഹിയായത് കാരണത്താൽ ഉനേം അപ്പനി ജാൻ കാ ബലിദാൻ കിയാ ഹെ. അദ്ദേഹം തന്റെ ജീവൻ പോലും രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചു. സ്വതന്ത്രതാ കെ നേതാ ഹോനെ സെ
സ്വാതന്ത്ര്യ സമര സേനാനിയായത് കൊണ്ട് വഹ अपनी नेതാഗിരി की ഭാവന വ്യക്ത करते हैं. തന്റെ നേതൃത്വം അദ്ദേഹം അഥവാ നേതൃത്വ ഭാവന, ഒരു നേതാവിന്റെ ഗുണങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹം ദുക്കാനെയും ലൂട്ട്നെ യാ മോട്ടറേയും തോടിനെ നഹീം നികലേങ്കി. ഞങ്ങൾ കടകൾ കൊള്ളയടിക്കുവാനോ വാഹനങ്ങൾ അടിച്ചുടയ്ക്കുവാനോ വന്നതല്ല. ഹമാര മക്സദ് ഇസ്സെ കഹീ മുജാഹെ. ഞങ്ങളുടെ ലക്ഷ്യം അതിനും മുകളിലാണ്. इस वाक्य से स्पष्ट होता है कि ഇബ്രാഹിം അലി एक सच्चा देशभक्त है. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇബ്രാഹിം അലി ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അടുത്ത ക്വസ്റ്റ്യൻ, ബുരാ ജോ ദേഖനെ മേ ചല ബുരാ ന മിലിയാ കോയി ജോ ദിൽ ഖോജവും ആപ്ന മുജ്സാ ബുരാ ന കോയി. ഇസ് ദോഹെ ക ഭാവാർത്ഥ ലിഖു എന്നുള്ളതാണ് ഈ ചോദ്യം. ഭാവാർത്ഥം ഇങ്ങനെയാണ് എഴുതേണ്ടത്. प्रस्तुत दोहे के द्वारा कबीरदास व्यक्त करता है कि दूसरे लोगों में बुराई की खोज करने वाले लोग ही इस संसार में अधिक है. ഈ ദോഹയിലൂടെ കബീർദാസ് വ്യക്തമാക്കുന്നത് മറ്റുള്ളവരുടെ തിന്മ അന്വേഷിക്കുന്ന ആളുകൾ ഈ ലോകത്ത് വളരെ കൂടുതലാണ്. വേ കഭി അപ്നി ബുരായിയോ കി ഓർ നഹി ദേഖത്തെ. അവർ ഒരിക്കലും അവരുടെ തിന്മയിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഐസെ ലോഗോം സേ കബീർദാസ് ജി കാത്തെ ഹെ കി. അങ്ങനെയുള്ള ആളുകളോട് കബീർദാസ് പറയുന്നു, ഏക് ദിൻ മെയിം ബുരാ ദേഖനെ കെ ലിയെ നികല. ഒരിക്കൽ തിന്മകൾ കാണുവാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു, അഥവാ തിന്മകളെ അന്വേഷിച്ച് മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു. ലേക്കിൻ കൊയ് ഭി ബുരാ നഹീം ദിഖായി ദിയ. ഒരു മോശക്കാരനെയും ഞാൻ കണ്ടില്ല. അന്തിമേം അപ്പനെ ദിൽമേ ഹി ഖോജ. അവസാനം ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഒരു അന്വേഷണം നടത്തി. തോ മാലുഹുവാക്കി. അപ്പോൾ മനസ്സിലായി. എന്ത് മനസ്സിലായി? മേരെ സമാൻ ബുരാ ദൂസര കൊയ് ഭി നഹീം. എന്നെ പോലെ മോശം മറ്റാരും തന്നെ ഇല്ല എന്ന്. इसका भाव यह है कि दूसरों को सुधारने का प्रयत्न करने पहले മറ്റുള്ളവരെ നന്നാക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് ഹമേം സ്വയം കോ സുധാർനെ കാ പ്രയത്ന കർണ ചാഹിയെ. നാം സ്വയം നന്നാവുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാവാർത്ഥം ചോദിച്ചാൽ നമ്മൾ അങ്ങനെയാണ്, ഇത്രയുമാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, जीवन वृत्त के आधार पर चित्रा मुद्गल के बारे में एक അനുച്ഛേദ് തയ്യാർ കീജിയെ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ അനുച്ഛേദ് തയ്യാറാക്കുന്നതിനുള്ള എല്ലാ പോയിന്റുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ചേർത്ത് ഒരു പാരഗ്രാഫ് എഴുതുന്നതാണ് ഈ ജീവൻ വൃത്ത് തയ്യാർ കീജി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അത് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന പോയിന്റുകൾ മാത്രം അതിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. चित्रा मुद्गल बहुमुखी प्रतिभा की लेखिका है. आप नई पीढ़ी की लेखिका है, परंतु भारतीय आदर्शवादी परंपरा की पक्षधर है. उनका जन्म चेन्नई में 10 दिसंबर 1946 को हुआ था. उनके 3 उपन्यास गिलीगडू, आवाम, एक जमीन अपनी प्रकाशित हुए हैं. उनके प्रमुख कहानी संग्रह है भूख, लपटे, मामला, आगे बढ़ेगा, अभी और पेंटिंग अकेली है. हिंदी के कहानी सम्राट प्रेमचंद की कुछ प्रसिद्ध कहानियों का चित्रा जी ने नाट्य रूपांतर किया है. उनमें प्रमुख है पंच परमेश्वर, बूटी काकी, सदगदी, जुलूस आदि. चित्रा जी की साहित्यिक देने के उपलक्ष्य में वे कई साहित्यिक पुरस्कारों से सम्मानित हुई है. भारतीय समाज में नारी पर होने वाले अत्याचारों के खिलाफ चित्रा जी आवाज बुलंद करती है. वे स्त्री पुरुष समत्व की समर्थक है. उनकी रचनाओं में नारी उद्धान का स्वर मुखरित होता है. वे अनेक महिला संघों की संचालिका है और नारी की സാമാജിക സ്ഥിതി സുധാരണയ്ക്ക് പ്രയത്നമേ ക്രിയാശീലേ. ഇതാണ് ചിത്രാ മുദ്ഗലിനെ പറ്റിയുള്ള ജീവൻ വൃത്ത്. ഇത്രയും എഴുതാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ തന്നിരിക്കുന്ന ആ പോയിന്റുകൾ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു 5 സെന്റൻസ്, ഏറ്റവും ചുരുങ്ങിയത് 5 സെന്റൻസ് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സ്പ്ലനേഷൻ ഒറ്റയടിക്ക്
മുഴുവനായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ബോറടി ഉണ്ടാകും. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും നമ്മൾ പാർട്ട് 1 ആയിട്ടും ഇതിന്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് പാർട്ട് 2 ആയിട്ടും അപ്ലോഡ് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശദീകരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. പാർട്ട് 2 അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുവാൻ നിങ്ങൾ ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.